ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ മധ്യഭാഗം എവിടെയാണ്? അത് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണെന്നാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് നടന്ന സർവേയിൽ കണ്ടെത്തിയത്. വിഭജനശേഷം ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ മധ്യഭാഗം മാറിയെങ്കിലും ഇന്നും നാഗ്പൂരിൽ പഴയ ആ സർവേയെ ഓർമ്മിപ്പിക്കുന്ന സ്മാരകങ്ങളുണ്ട്. നാഗ്പൂരിലെ സീറോ മൈലിൽ നിന്ന് എൽദോ പോൾ പുതുശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇതാണ് ആ സ്ഥലം. ഏത് സ്ഥലം? ഇന്ത്യയുടെ ഒത്ത നടുക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന സീറോ മൈൽ. കണ്ടല്ലോ ഇവിടെ 0 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ഈ മൈൽക്കുറ്റിയിലാണ് ബ്രിട്ടീഷുകാർ 1907 മാർക്ക് ചെയ്യുന്നത്. ഇത് ഇന്ത്യയുടെ നടുഭാഗമാണ് ഭൂമിശാസ്ത്രപരമായി. ഇവിടെ നിന്നാണ് ഇന്ത്യ തുടങ്ങുന്നത്. ഇന്ത്യ അളക്കാൻ ഇവിടെ നിന്ന് എങ്ങോട്ടേക്ക്, ഏത് അതിർത്തിയിലേക്ക് എത്ര ദൂരം എന്നുള്ളതായിരുന്നു കണക്കാക്കുന്നത്. നമുക്ക് കാണാം ഇവിടെ പലയിടങ്ങളിലും ഓരോ നഗരങ്ങളിലേക്കൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്നത്. വാരാണസി 729 കിലോമീറ്റർ, ജബൽപൂർ 273 മൈൽക്കുറ്റിയുടെ അപ്പുറത്ത് കന്യാകുമാരിയൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോ കന്യാകുമാരിയിലേക്ക് ഇവിടുന്ന് 1600 കിലോമീറ്റർ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹൈദരാബാദിലേക്ക് 485. അപ്പോൾ അങ്ങനെ ഇന്ത്യയുടെ മധ്യഭാഗത്ത്, അത് ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ സർവേ നടത്തിയപ്പോൾ തീരുമാനിച്ചതാണ്. ഇതാണ് നാഗ്പൂരിലെ ഈ സീറോ മൈലാണ് ഇന്ത്യയുടെ നടുഭാഗമെന്ന്. 1802 ബ്രിട്ടീഷുകാർ ഇത്തരത്തിലൊരു സർവേ നടത്തുന്നത്. അതായത് 1802 വില്യം ലാപ്ടൺ എന്ന ബ്രിട്ടീഷ് കാലാൾപ്പടയിലെ ഉദ്യോഗസ്ഥനാണ് ഈ സർവേക്ക് തുടക്കമിടുന്നത്. അന്ന് ആ സർവേ തുടങ്ങി ഏതാണ്ട് 70 വർഷം എടുത്തു ആ സർവേ പൂർത്തിയാക്കാൻ, ഇന്ത്യയുടെ ഒരു എത്രമാത്രം ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തിന്റെ അതിരുകൾ കണ്ടെത്താൻ എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ 70 വർഷം നീണ്ട ആ സർവേക്ക് ശേഷം 1907 ബ്രിട്ടീഷുകാർ ഇവിടെ ഈ നാഗ്പൂരിന്റെ ഈ മണ്ണിൽ, ഈ പൊസിഷനിൽ, ഈ പോയിന്റിൽ ഇത്തരത്തിലൊരു സ്തൂപം സ്ഥാപിക്കുന്നത്. ഈ സ്തൂപത്തിന്റെ ഓരോ വശങ്ങളിലും ഓരോ സ്ഥലത്തേക്കുള്ള ദൂരമൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹൈദരാബാദ്, കോത്ത, അങ്ങനെ പലയിടങ്ങളിലും ഓരോന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണെങ്കിലും ആ വില്യം ലാപ്ടൺ അന്ന് തുടങ്ങി വെച്ച സർവേക്ക് ഏറ്റവും ഒരു പരിണാമം എന്ന് വിശേഷിപ്പിക്കാം ഇത്. പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ, നിലവിൽ ഈ നാഗ്പൂരല്ല നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഹൃദയഭൂമി. കാരണം ഇത് വിഭജനത്തിന് മുമ്പുള്ള ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കണക്കാണ്. വിഭജനത്തിന് ശേഷം അത് മധ്യപ്രദേശിലെ കതൌരി ജില്ലയിലെ ഒരു കതൌരി എന്ന ഗ്രാമത്തിനാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഹൃദയഭാഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെന്റർ, സീറോ മൈൽ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഭാഗം. പക്ഷെ എന്താണെങ്കിലും അന്ന് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച സീറോ മൈല് വളരെ പ്രസക്തവുമാണ്. നാഗ്പൂരിലെ ഈ സീറോ മൈലിൽ നമുക്ക് 4 കുതിരകളെ കാണാം. ഈ കുതിരകൾ ഇന്ത്യയുടെ 4 അതിർത്തികളുടെ അടയാളങ്ങളായിട്ടാണ് ബ്രിട്ടീഷുകാർ കണക്കാക്കുന്നത്. അങ്ങനെ 4 കുതിരകൾ ഇവിടെ ഇന്ത്യയുടെ 4 അതിർത്തികളെ അടയാളപ്പെടുത്തുന്നു. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമായി തന്നെ ഇതിനെ കണക്കാക്കണം. അതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ നാഗ്പൂരിലെത്തിയാൽ നിശ്ചയമായും നിങ്ങൾ കാണേണ്ട സ്ഥലം തന്നെയാണ്. ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ കുതിരകളുടെ പിന്നിലായി മറ്റൊരു കല്ല് കാണാം. അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് GTS, സ്റ്റാൻഡേർഡ് ബെഞ്ച് മാർക്ക് 1907. GTS എന്നാൽ ദ ഗ്രേറ്റ് ട്രിഗ്നോമെട്രിക് സർവേ. അതാണ്, അതായത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സർവേ, അതായത് ട്രയാങ്കിളായി ചിത്രീകരിച്ച് അത് സർവേ നടത്തിയതിന്റെ തുടക്കം അത് 1800-കളിലായിരുന്നുവെങ്കിൽ 1907 ഏറ്റവും അവസാനത്തിന് ശേഷം ഇവിടെ സ്ഥാപിക്കുന്നതാണ് GTS, ദ സ്റ്റാൻഡേർഡ് ബെഞ്ച് മാർക്ക്. അതിന്റെ ഒരു മാർക്കാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. എന്താണെങ്കിലും അങ്ങനെ ഏറ്റവും ഭംഗിയാർന്ന ഒരു ചരിത്രപരമായിട്ട് അടയാളപ്പെടുത്തിയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് കാണാം പിന്നിൽ സീറോ മൈൽ ഓഫ് ഇന്ത്യ. ഇപ്പോൾ കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി കൂടുതൽ ഭംഗിയാക്കാനുള്ള ശ്രമത്തിലാണ് നാഗ്പൂർ. അപ്പോൾ ഇനി നാഗ്പൂരിലേക്ക് എത്തുകയാണെങ്കിൽ ഉറപ്പായും ഈ ഇടത്തെത്തുക, ഇവിടത്തെ കാഴ്ചകൾ കാണുക എന്നുള്ളതാണ് പറയാനുള്ളത്. നാഗ്പൂരിൽ നിന്നും ക്യാമറാമാൻ ബിപിൻ മുരളിക്കൊപ്പം എൽദോ പോൾ പുതുശ്ശേരി, ന്യൂസ് 18.